പണ്ട് ബിരിയാണി വിപ്ലവം നടത്തിയ ഒരു കൊച്ചുകുട്ടിയുണ്ട്, ശംഖു. ത്രിജിൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ശംഖു. അന്ന് ഈ ശംഖുവിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാകുകയും അതിനുശേഷമാണ് അംഗനവാടികളിൽ ബിരിയാണി, അതെ, അംഗനവാടികളിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരികയും അത് നമ്മൾ എല്ലാവരും വാർത്തയാക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. വലിയ വൈറലായ സംഭവമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ബിന്ദു കൃഷ്ണ ഈ അംഗനവാടിയിലെ, അതായത് അംഗനവാടിയിലെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മെനു പരിഷ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, അവിടെ അംഗനവാടികളിൽ ഇനി മുതൽ ബിരിയാണി കൊടുക്കാൻ പറ്റത്തില്ല, ചിലവ് കൂടുതലാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, അതായത് ഒരു കോൺഗ്രസ് പ്രവർത്തകയുടെ കൊച്ചുമകനാണ് ശംഖു എന്നും പറഞ്ഞു. അപ്പൊ ഇതിനെതിരെ ശംഖുവിന്റെ ഒരു വീഡിയോ 2 ദിവസം കഴിയുമ്പോൾ പുറത്തു വന്നു. ഉണ്ടാവണം. അന്ന് ഈ കഴിഞ്ഞ വർഷം അത് അംഗനവാടിയിലായിരുന്നു. ഇപ്പൊ ഒരു സ്കൂളിൽ പോകുന്ന പ്രായമായി കാണും. അപ്പൊ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ശംഖു അതിനൊരു വീഡിയോ ഓപ്പോസിറ്റ് ചെയ്തു. അതായത് എൻ്റെ അച്ഛമ്മയുടെയും അമ്മമ്മയുടെയും പേര് അതല്ല എന്ന് പറഞ്ഞിട്ട് ഇത് വലിയ രീതിയിൽ ട്രോളായി. ട്രോളെന്ന് പറഞ്ഞാൽ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വലിയ ട്രോളുകളാണ് പുറത്തോട്ട് വരുന്നത്. ട്രോളുകളായിട്ട് കാണുക. എന്ത് സംഭവത്തിനും ഇപ്പം സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ എന്ത് സംഭവത്തിനും ട്രോളുണ്ട്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു ട്രോൾ ഇറങ്ങിയിരിക്കും. അത് ഈ ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിട്ടുള്ളതാണ്. പക്ഷേ ബിന്ദു കൃഷ്ണയ്ക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിന്ദു കൃഷ്ണ പറയുന്നത് തനിക്കെതിരെ വ്യാജ പ്രചരണം, അതായത് അതിൽ വന്ന ഒരു ട്രോളെന്ന് പറഞ്ഞാൽ കുട്ടിയെ അംഗനവാടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിക്ക് കത്ത് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ട്രോളുകൾ വന്നു. പക്ഷെ ബിന്ദു കൃഷ്ണയ്ക്ക് അതത്ര ട്രോളായിട്ട് തോന്നിയില്ല. പുള്ളിക്കാരി ഇപ്പൊ പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു. നല്ല രസകരമായ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. അതില് ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് ബിന്ദു കൃഷ്ണയ്ക്ക് 8ന്റെ പണി ശംഖു കൊടുത്തു എന്ന് പറയുന്നതാണ് ശരി. ഒരു സംഭവം, ഒരു വകുപ്പ് മന്ത്രി വന്നിട്ട്, ശിശു വികസന ഉദ്ദേശിച്ച ഒരു മന്ത്രി വന്ന് നിന്നിട്ട് പറയുകയാണ്, എനിക്ക് ഫണ്ടില്ല കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കാൻ. പറയുന്നത് ആ വകുപ്പിൽപ്പെട്ട ഒരു മന്ത്രിയാണ്. അതൊരു, എനിക്ക് തോന്നുന്നു അതത്ര നല്ല ഒരു പ്രവണതയല്ല. അങ്ങനെ ഒരു നേരത്തെ വീണ ജോർജ് ഈ കുട്ടിയുടെ ശംഖുവിൻ്റെ ഈ ഒരു ബിരിയാണി വേണം എന്ന് പറയുന്ന, ചിക്കൻ ബിരിയാണി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ആവശ്യപ്പെടുന്നത്. അപ്പോൾ ബിരിയാണി വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് അനുഭാവപൂർവമായ ഒരു നീക്കം നടത്തി. അപ്പം അതിന് ഫണ്ട് എവിടെ നിന്ന് എന്നുള്ളതല്ല, അതങ്ങനെ നടത്തണം എന്ന് ആലോചിച്ചു. അപ്പം ഇവിടെ ഒരു മന്ത്രി പറയാണ് 8 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ബിരിയാണി വെച്ച് കൊടുക്കുക? ഫണ്ട് അലോക്കേറ്റ് ചെയ്യണമെന്നേ. കുട്ടികൾക്ക് വേണ്ടത്, ആ പ്രായത്തിൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഒരു ദിവസം കൊടുക്കാൻ കഴിയണം. അതാ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ആ ഇച്ഛാശക്തി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അവിടെ 8 രൂപയ്ക്ക് കൊടുക്കാൻ 8 രൂപയ്ക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ബിരിയാണിക്ക് ഒരു ദിവസം ബിരിയാണി കൊടുക്കുന്നതിന് എത്ര രൂപ നിങ്ങൾക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ മറ്റു മന്ത്രിമാരുമായിട്ട് സംസാരിക്കും. മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാമല്ലോ. മുഖ്യമന്ത്രികൾ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഉദ്യോഗസ്ഥ തലത്തിൽ വേണ്ട കാര്യങ്ങൾ നീക്കിക്കൊണ്ട് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആ കുട്ടീനെ എനിക്ക് അറിയാം, എൻ്റെ വനിതാ കോൺഗ്രസിൽ പെട്ട ആണ്, പ്രവർത്തകയുടെ കൊച്ചുമകനാണ് എന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞ് വന്നിരുന്നുകൊണ്ട് പറയും, എൻ്റെ അമ്മൂമ്മ ഇവരാരും അല്ല, എൻ്റെ അമ്മൂമ്മയുടെ പേര്, എൻ്റെ അച്ഛമ്മയുടെ പേര് ഇതാണെന്നും എൻ്റെ അമ്മമ്മയുടെ പേര് ഇതാണെന്നും കുഞ്ഞ് വന്നിരുന്ന് പറയും. അപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന രീതിയാണ്. അപ്പം ഇങ്ങനെ മണ്ടത്തരം എഴുന്നള്ളിച്ച ഒരു മന്ത്രിയെ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ട്രോളന്മാർ ട്രോളും. 100% ഉറപ്പാ. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരാളെ ട്രോളാതിരിക്കാൻ മാത്രമുള്ള യോഗ്യത ബിന്ദു കൃഷ്ണയ്ക്ക് ഇല്ല. ഇത് ഞാൻ പറയട്ടെ, ഒരു സാധനം എന്താ പറയുക, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സുരേഷ് ഗോപി ആയിരുന്നു സ്ഥിരമായിട്ട് ട്രോൾ മെറ്റീരിയൽ. ബിന്ദു കൃഷ്ണ. അതെ, ഇപ്പൊ മൊത്തം ബിന്ദു കൃഷ്ണയാണ് ട്രോളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളു ഭരണം. അതെ. ഇനി എത്ര കിടക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഈ ഇരുന്ന് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ബിന്ദു കൃഷ്ണ എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ഒട്ടും പറ്റിയൊരു ക്വാളിറ്റിയുള്ള ഒരു നേതാവായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അതായത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ ഇരിക്കാൻ പറ്റിയ ഒരു യോഗ്യത ഇപ്പം എനിക്ക് ഷാനിമോൾ ഉസ്മാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അവർക്ക് ഷാനിമോൾ ഉസ്മാനെ സംബന്ധിച്ച് ഷാനിമോൾ ഉസ്മാൻ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള നിലയിലേക്ക് അവരെ ഒതുക്കിയിടാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഒരുപക്ഷെ ഷാനിമോൾ ഉസ്മാനെ പറ്റി, ഞാനൊരു സാമുദായിക സമവാക്യങ്ങൾ ഉൾക്കൊള്ളിച്ചല്ല പറയുന്നത്, ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഷാനിമോൾ ഉസ്മാൻ തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. അപ്പം
അതോടൊപ്പം തന്നെ വനിതാ ലീഗിലുള്ള ഫാത്തിമ തഹ്ലിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാമായിരുന്നു പുതിയൊരാളായതുകൊണ്ട്. കാര്യം വനിതാ ലീഗിൻ്റെ അല്ലെങ്കിൽ ലീഗിൽപ്പെട്ട ഒരു വനിതാ മന്ത്രി എന്ന് പറയുന്ന ഒരു ചരിത്രപരമായ ഒരു കാര്യം കൂടി അവിടെ സംഭവിക്കും. ഇവിടെ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ട്രോളുകളുടെ ഒരു അസഹിഷ്ണുതാ മനോഭാവം അന്ന് ആ സമയത്താണ്. എന്തുകൊണ്ടാണ് ഈ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ ട്രോൾ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ, ആറ്റിങ്ങിലെ ഒരു ഒരു സ്കൂൾ പ്രിൻസിപ്പൾ മുഖ്യമന്ത്രിക്കെതിരായി വി.ഡി. സതീശനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ വെച്ചൊരു പോസ്റ്റ് ഇട്ട സമയത്ത് പെട്ടെന്ന് തന്നെ വിരമിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ ഇതാ ഗൺമാന്മാരുടെ ഡ്രസ്സ് മാറ്റി മിക്കവാറും വൈറ്റ് ആക്കുമെന്ന് തോന്നുന്നു. കറുപ്പിനോട് ഇപ്പം വി.ഡി. സതീശന് ഒരു ചെറിയ അലർജി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ്റെ നഗ്നചിത്രം പ്രചരിപ്പിച്ചു. നഗ്നചിത്രമല്ല, അതൊരു ഒരു ചിത്രം മോർഫ് ചെയ്ത് ചിത്രം പ്രചരിപ്പിച്ച് ഒരു KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ ഉണ്ടായി. അപ്പം ഇനിയിപ്പം ഈ പൂക്കിമോനെ എന്ന് വിളിക്കുന്ന പൂക്കിമേനോൻ എന്ന് വിളിക്കും ഇപ്പം വി.ഡി. സതീശനെ. ഇപ്പം മേൻസർ എന്ന് വിളിക്കുന്നവരുണ്ട്, വി.ഡി. സതീശൻ മേനോൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. കാരണം എന്താ, അത് പുള്ളിയുടെ കയ്യിൽ അബദ്ധമാണ്. MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ഒരാൾ പിന്നീട് വന്ന് മുഖ്യമന്ത്രി ആയപ്പോൾ എന്തുകൊണ്ട് വി.ഡി. സതീശൻ മേനോൻ ചേർത്തു എന്ന് പറയുന്ന ദാമോദര മേനോൻ സതീശൻ എന്ന് പറയുന്ന അത് അപ്പോഴാണ് പുള്ളിയെ മേനോൻ എന്ന് പറയുന്ന മേനോൻ സാർ എന്ന നിലയിലേക്ക് ആൾക്കാർ വിളിച്ചു തുടങ്ങിയത്. അപ്പം ഇവിടുത്തെ യങ്സ്റ്റേഴ്സാണ് പുള്ളിയെ പൂക്കിയാക്കി മാറ്റിയത്. പൂക്കി മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക്. ഇപ്പൊ പൂക്കി എന്ന് വിളിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പം ഇനി പൂക്കി എന്ന് വിളിക്കാൻ പാടില്ല. പൂക്കി എന്ന് വിളിക്കുന്ന കളിയായാലും പൂക്കിക്ക് പല ലാംഗ്വേജുകളിലും പല നാടുകളിലും പല ഭാഷകളിലും പല അർത്ഥങ്ങളാണുള്ളത്. അത് വിവരമില്ലാത്തവരെന്നും ഒരു വാക്യം കൊള്ളാത്തവരെന്നും ഒക്കെ പറയുന്ന മീനിങ് ഈ പൂക്കി എന്ന് പറയുന്ന ആ വേർഡിനുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഈ പൂക്കി മേനോൻ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഇനി ഇത് വിളിച്ചു കഴിഞ്ഞാൽ നടപടി എടുക്കും. വി.ഡി. സതീശനെ വിമർശിക്കുന്ന ആൾക്കാർക്കെതിരായി നടപടി ഉണ്ടാകും, മാധ്യമപ്രവർത്തകർ ഒഴികെ. വേറെ ആര് വിമർശിച്ചിരുന്നാലും ഫേസ്ബുക്കിൽ എഴുതുക അങ്ങനെ തുടങ്ങിയ ഉണ്ടായാലും നടപടിയെടുക്കും. പോലീസുകാരെ വിമർശിക്കുന്നെങ്കിൽ പിന്നെ അവർ സർവീസിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ സസ്പെൻഷൻ തുടങ്ങിയ നടപടികളുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മന്ത്രിക്കെതിരായി ശക്തമായൊരു വിമർശനം ഉന്നയിച്ച ശംഖുവിനെതിരായിട്ട് നടപടി എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. കാര്യം മന്ത്രിസഭയ്ക്കകത്തുള്ള മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ സസ്പെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം പിന്നെ ശംഖുവിനെ സസ്പെൻഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ശംഖു ഇപ്പം ഏതെങ്കിലും സർക്കാർ സ്കൂളിൽ ഒരു അംഗനവാടി പഠിക്കുക അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സർക്കാർ ജോലിയിലൊന്നും അല്ലല്ലോ. അപ്പൊ ശംഖുവിനെ എവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ? അംഗനവാടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം. അപ്പൊ അംഗനവാടി ക്ലാസ് മുറിയിൽ നിന്ന് ശംഖുവിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശംഖുവിന്റെ പടമൊക്കെ വെച്ചിട്ട് പോസ്റ്റർ ഏതോ ഒരു പിന്നെ തമാശക്കാരൻ, ട്രോളന്മാർ തമാശക്കാരാണല്ലോ, അവര് തമാശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇതിന് സീരിയസ് ആയിട്ട് കണ്ടു ആര്? ബിന്ദു കൃഷ്ണ. അപ്പൊ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് ഇനി എത്ര കാണാൻ കിടക്കുന്നു. ഇത് തുടങ്ങിയതേ ഉള്ളൂ. സത്യത്തിൽ ബിന്ദു കൃഷ്ണയൊക്കെ ഭരണം തുടങ്ങിയിട്ട് പോലും തുടങ്ങി കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഈ കാലെടുത്ത് വെച്ചിട്ട് ഇപ്പൊ തന്നെ ട്രോളിനുള്ള വകയുണ്ടാക്കിയില്ലേ. ഇവിടെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞൊരു സമുദായ ദ്രോഹിയുടെ മുമ്പിൽ പോയി കുനിഞ്ഞ് നിന്ന് പിന്നെ തൊഴുതു പിടിച്ച് നിന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ആ മന്ത്രി കാണിച്ചതെന്ന് ബോധ്യമായില്ലേ. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അതിനെ കൃത്യമായി പറഞ്ഞ് പ്രതിരോധിക്കാൻ, ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ പറയുന്ന മന്ത്രി കാണിക്കണമായിരുന്നു. അതിന് പകരം മന്ത്രി എന്താ ചെയ്തത്? എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എല്ലാ കാലത്തും ഇത് ഉണ്ടാവില്ലേ? എല്ലാ കാലത്തും ഇനിയിപ്പോൾ പിന്നെ ഒരുപക്ഷെ മന്ത്രിയുടെ വസതിയുടെ മുന്നിൽ കൂടെ പോകുന്ന ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ഷീരദിനാശംസകൾ, മന്ത്രി ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നൊരു സമയമുണ്ടാവും. റോഡിൽ കൂടെ പോകുന്നവർ പറയും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊതുവേദിയിൽ മന്ത്രി പ്രസംഗിക്കാൻ കയറുമ്പോൾ ഫ്രണ്ട് ഇരിക്കുന്നവർ അവിടെ നിന്ന് മന്ത്രി ക്ഷീരദിനാശംസകൾ എന്ന് വേണമെങ്കിൽ പറയും. അപ്പൊ ഈ രീതിയിലുള്ള ട്രോളുകൾ ഇനിയും പിന്നെ നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി ഏൽക്കാൻ കിടക്കുന്നു. ആ സാഹചര്യത്തിൽ ഇതിനെ ട്രോളായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. അല്ല അതിനെതിരെ ഇനിയിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. എന്നെ കളിയാക്കി ഈ കൊച്ചു പിള്ളേരെ നമ്മൾ ഈ സ്കൂളിൽ അംഗനവാടിയിലൊക്കെ ഈ അംഗനവാടി പഠിക്കുന്ന ശംഖു കാണിച്ചത്രയും മെച്യൂരിറ്റി മന്ത്രി കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പോലീസുകാരുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. പരാതി കിട്ടി, അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. അവരിത് എങ്ങനെ അന്വേഷിക്കും? തല ചൊറിയുന്നുണ്ടാവും. പിന്നെ ഇവര് എങ്ങനെ ഇത് അന്വേഷിക്കുക? ആരാണ് ഇതിന്റെ ഉത്തരവാദി? അപ്പൊ ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ. അതിനകത്ത് അവരുടെ വീട്ടുകാർക്ക് പരാതിയില്ല. ആ ശംഖുവിന്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു പരാതിയോ ഒന്നും ഇല്ല. ശംഖു പറഞ്ഞത് ശംഖുവിന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയും. ഇത്തിരി അഹങ്കാരവും കുറുമ്പും ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു. ഇത് പിന്നെ ശംഖുവിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് ട്രോളർമാരെ അടിച്ചിറക്കി. ഇതിന്റെ പിന്നാലെ പോകുന്ന ഇവരെയൊക്കെ എന്ത് പറയണമെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയമായും ഒരു മെച്യൂരിറ്റി കാണിക്കണം. മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കലി മെച്യൂർ ആയിരിക്കണം. ഈ പറയുന്ന മെച്യൂരിറ്റി നമ്മുടെ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ, ചെറിയ ഫിലിപ്പിൻ്റെ എടുക്കുക.
ചെറിയാൻ ഫിലിപ്പ് അന്ന് പിന്നെ KPC ആസ്ഥാനത്ത് വെച്ച് ആലിംഗനം ചെയ്യാനായിട്ട് ഓടി വന്ന സമയത്ത് പിടിച്ച് തള്ളി. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പിന്നെ എന്താ പറഞ്ഞത്, എനിക്ക് പുള്ളി അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെ മന്ത്രി ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായി അതിനെ നിലനിർത്തി, സ്റ്റാൻഡ് ചെയ്തു. അതാണ് ആ തരത്തിലുള്ള ഒരു മെച്യൂരിറ്റി എന്തുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഇവിടെ ചെറിയാൻ ഫിലിപ്പിനെതിരായി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നത് ചെറിയാൻ ഫിലിപ്പിന് അകത്താ ഒരു കാരണം. ഒരു നിയുക്ത മന്ത്രി അല്ലെങ്കിൽ നിയുക്ത MLA കടന്നു പിടിക്കാൻ ശ്രമിച്ചു ചെറിയാൻ ഫിലിപ്പ്. ചെറിയാൻ ഫിലിപ്പിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ വയ്യാഴിയൊക്കെ കൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാലും അദ്ദേഹം കാണിച്ച ചെറ്റത്തരമാണ്. അപ്പോൾ അത് പബ്ലിക് കുറേയധികം ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തെ സ്പർശിക്കാൻ ശ്രമിച്ചു. തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിനോട് ഒരു നിലപാടുണ്ട്. അതിനോട് വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ബിന്ദുകൃഷ്ണയെ പോലൊരു മന്ത്രിക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു നേതാവിന് കഴിഞ്ഞു. അതവരുടെ പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ ഈ ഒരു നിസ്സാര കാര്യത്തിന് ഈ രീതിയിൽ ഒരു ട്രോളന്മാരെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ തുടങ്ങിയാൽ മന്ത്രിക്ക് എല്ലാ ദിവസവും അതിനെ സമയം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭരിക്കാൻ ഒരു ദിവസം പോലും കിട്ടില്ല. കാരണം ഇതിപ്പോ ട്രോളാ, ഇനി ഇതും ട്രോളാവും. മന്ത്രി കേസ് കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത ട്രോളാവും. ഇപ്പൊ തൊഴുതുകൊണ്ടിരിക്കുന്ന ട്രോളിന് ഏറിന്ന് താഴെ വരുന്നതേ ഉള്ളൂ മന്ത്രി. അപ്പോൾ അടുത്ത ഇതായി. ഇനിയിപ്പോൾ ഇവര് ട്രോളന്മാരെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? ഇന്ന് നമുക്കറിയാവുന്ന പോലെ അവർക്ക് മന്ത്രിയാണെന്നോ മുഖ്യമന്ത്രിയാണെന്നോ പിണറായി വിജയനാണെന്നോ ഒന്നും അവർക്ക് നോട്ടമൊന്നുമില്ല. അവർക്ക് ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അവർക്കൊരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് ട്രോൾ ഉണ്ടാക്കിയിരിക്കും. അത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. അതിനെതിരെ പോലീസ് കേസും പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കേസ് കൊടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്നും കൊന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് ബിന്ദുകൃഷ്ണയുടെ പരാതി അന്വേഷിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായ ഒരു കാര്യം.